ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ചിരിച്ച് കളിച്ച് നമ്മൾ ആദ്യം ഡാൻസ് കളിച്ച് നമ്മുടെ വൈബ്രേഷണൽ തലമൊക്കെ ഉയർത്തി ഞാൻ എത്ര ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്, എത്ര ചിരിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നത്, എത്ര ഫ്രണ്ട്ലി ആയിട്ടാണ് ക്ലാസ്. 21 ക്ലാസ് തുടങ്ങിയിട്ട് ഇന്ന് 28-ാം തീയതിയാണ്. ഇത്രയും ദിവസത്തിൽ എല്ലാ ദിവസവും ഞാൻ 11 ദിവസമാണ് നിങ്ങളോട് ഓരോ കാര്യങ്ങളും വാച്ച് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് കുറച്ചേ ഉണ്ടാവുള്ളൂ, രണ്ടാമത്തെ ദിവസം അതെല്ലാം നിങ്ങൾക്ക് ഇത് വലിയ പരിപാടിയൊന്നും അല്ലല്ലോ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. വാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര തന്നെ അല്ലേ. പിന്നെ തോട്ടാണ് വാച്ച് ചെയ്യാൻ പറഞ്ഞത്, തോട്ട് വാച്ച് ചെയ്യുക, പോസിറ്റീവിനെയും നെഗറ്റീവിനെയും തിരിച്ചറിയുക. അങ്ങനെ എന്താ പറയുക, വളരെ സിമ്പിൾ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ. നിങ്ങളോട് ഞാൻ വാച്ച് ചെയ്യാൻ പറയുന്നത്, നിങ്ങൾ ടൗണിൽ പോയിട്ട് ഇപ്പോൾ കണ്ണൂർ ടൗണിൽ പോയിട്ട് അവിടെയുള്ള ആൾക്കാരെ വാച്ച് ചെയ്യാനൊന്നും ടീച്ചർ പറഞ്ഞിട്ടില്ലല്ലോ. ജസ്റ്റ് നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിനെ വാച്ച് ചെയ്യുക, ജസ്റ്റ് നിങ്ങളുടെ ഫാമിലിയിൽ വാച്ച് ചെയ്യുക. ക്ലാസ്മേറ്റ്സിനെ വാച്ച് ചെയ്താൽ കുറേ നല്ല മക്കൾ നന്നായിട്ട് അപ്ഡേഷനൊക്കെ തന്നിട്ടുണ്ട്. നമ്മളതിനകത്ത് ഒരു ലഞ്ച് ബോക്സിൽ എംറ്റി ലഞ്ച് ബോക്സുമായിട്ട് എല്ലാവരും വയറ് നിറച്ച് നിങ്ങളുടെ ചങ്ക് ഫ്രണ്ട്സിനെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. നിങ്ങളുടെ ചങ്ക് ഫ്രണ്ട്സുമായിട്ട് മാത്രം ഇരുന്നാൽ പോരാ. നിങ്ങളെങ്ങനെയാണ് ഹീറോ ആവേണ്ടത്? നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പോൾ ബോയ്സിനെ നോക്കുക, ഗേൾസിനെ നോക്കുക കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അവസാനം പിള്ളേരുടെ നിന്ന് അടി കിട്ടിപ്പോണ്ട. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് നമ്മൾ എന്താ സ്മോൾ സ്റ്റെപ്പ് എടുത്താൽ മതി. ആദ്യം ബോയ്സിൻ്റെ സൈഡിലെ ബോയ്സ് ആണെങ്കിൽ ബോയ്സിനെ നോക്കുക. പിന്നെ നിങ്ങൾ അവിടെ ഹീറോ ആയി കഴിയുമ്പോൾ മാത്രം നമുക്ക് ഗേൾസിൻ്റെ വിങ്ങിലേക്ക് പോവാം. അല്ലെങ്കിൽ എന്നാ വെച്ചാൽ ചിലപ്പോൾ ഇവർ പോയിട്ട് കംപ്ലൈൻ്റ് ഒക്കെ ചെയ്യും, അവൻ ലഞ്ച് ബ്രേക്കിൽ ഞങ്ങളുടെ അടുത്ത് വന്ന് ഇവന് വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത ഓരോ നെഗറ്റീവിലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, നിങ്ങളെന്ത് ചെയ്യേണ്ടതെന്ന് നിങ്ങളപ്പോൾ നിങ്ങൾ അപ്ഡേഷൻ തരാം. ഇപ്പം ആരെയും ഫൈൻഡ് ഔട്ട് ചെയ്തില്ല, എല്ലാവരുടെയും ലഞ്ച് ബോക്സിൽ ലഞ്ച് ഉണ്ടായിരുന്നു, ആരും കൊണ്ടുവരാത്തവരില്ല, എല്ലാവരും കൊണ്ടുവന്നു. ഓക്കെ, കൊണ്ടുവരാത്തവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുന്നു. അപ്പം ഫൈൻഡ് ഔട്ട് ചെയ്യുക. അങ്ങനെ ഓരോരുത്തരും നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ക്ലാസ്സിലെ ഹീറോ ആയിട്ട് മാറണം. നിങ്ങളുടെ വൈബ് നിങ്ങൾ ഉയർത്തുന്നത് അങ്ങനെയാണ്. ചുമ്മാതെ വീട്ടിലിരുന്ന് ഏത് സമയവും ഫോണിൽ കളിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ വൈബൊന്നും ഉണ്ടാവത്തില്ല, നിങ്ങൾക്കൊരു വൈബും ഉണ്ടാവില്ല. നിങ്ങൾ കോൺഷ്യസ്ലി ഉണ്ടാക്കുന്ന വൈബാണ് സബ് കോൺഷ്യസ് മൈൻഡിലേക്കും പോവുക. അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടത്? ആദ്യം നിങ്ങൾ സൂപ്പർ കിഡും മക്കളാവണമെങ്കിൽ ടീച്ചർ തന്ന ഓരോ കാര്യത്തിൻ്റെ അപ്ഡേഷൻ നിങ്ങൾ തരണം. നിങ്ങൾ തരുന്നില്ലാച്ചാൽ റിയലി ഞാൻ പറയാണ്, 1 വീക്കാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ടാസ്കുകൾ, വളരെ സിമ്പിൾ ടാസ്കുകൾ. അത് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ യു ആർ നോട്ട് എലിജിബിൾ ഫോർ MD3 വെൽനസ് എന്ന ആ ഗ്രൂപ്പിൻ്റെ കൂടെ നിങ്ങൾ എലിജിബിൾ അല്ല വരാൻ. അങ്ങനെ എലിജിബിൾ അല്ലാത്ത ഒരു കുട്ടികളെ ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകാനേ ഉദ്ദേശിക്കുന്നില്ല. മക്കളെ, നിങ്ങളെ ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം മാത്രമേ എൻ്റെ വലിയ ക്ലാസ്സുകളിലേക്ക് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. സോ ഈ 1 വീക്കിനുള്ളിൽ എലിജിബിൾ അല്ലാത്ത എല്ലാ പിള്ളേരിനെയും പൈസ റീഫണ്ട് തന്നിട്ട് ഞാൻ പറഞ്ഞു വിടുന്നതായിരിക്കും. ഞാൻ പറഞ്ഞു വിടുന്നില്ല, നിങ്ങൾ തന്നെ എക്സിറ്റ് അടിച്ചു പോവുക. എനിക്കിഷ്ടമല്ല, ആരെയും റിമൂവ് ചെയ്യാൻ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് തന്നെ മക്കൾ എന്ത് ചെയ്യണം? ഞാൻ പൈസ റീഫണ്ട് തന്ന ഉടനെ മക്കൾ തന്നെ എക്സിറ്റ് ഫ്രം ദ ഗ്രൂപ്പ്. മനസ്സിലാവുന്നുണ്ട് കുഞ്ഞുങ്ങളെ? നിങ്ങളോട് ഞാൻ പറയുന്ന ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ കാര്യങ്ങളിലേക്ക് ആക്ഷൻ എടുക്കാൻ കഴിയില്ല. ആദ്യം നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങൾ ശരിയാക്കണം. അതിന് ഞാൻ മൈൻഡ് സെറ്റിൻ്റെ ക്ലാസ്സുകളൊക്കെ ഇനി വരുന്നുണ്ട്. പക്ഷെ ഇപ്പം ടീച്ചർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ടുള്ളത് നിങ്ങൾ ചെയ്യില്ല. വെറുതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സ്ട്രെയിൻ കളയാണ്, ഞാൻ എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെയുള്ള ആരെയും ഞാൻ മുന്നോട്ട് കൊണ്ടുപോവില്ല എന്നുള്ളത് ഞാൻ നിങ്ങളോട് ക്ലിയറായി കട്ടായിട്ട് പറയാണ്. ബെഡ് സെറ്റ് ചെയ്തുകൊണ്ട് മാത്രം ആരും മുന്നോട്ട് പോവില്ല. എല്ലാത്തിൻ്റെ അപ്ഡേഷൻ തരിക. ഞാൻ പറയുന്ന കാര്യങ്ങളുടെ അപ്ഡേഷൻ നിങ്ങൾ തന്നാൽ മാത്രമേ നിങ്ങൾ നല്ല സൂപ്പർ കിഡു മക്കളായിട്ട് നിങ്ങളെ ഞാൻ കിഡൂസ് എന്ന് വിളിക്കത്തുള്ളൂ. ഇപ്പം ഞാൻ വെറുതെ മക്കളെ എന്നല്ലേ വിളിക്കുന്നത്. അതങ്ങനെയായിരിക്കും. കിഡൂസ് ആണെങ്കിൽ നെക്സ്റ്റ് വീക്കിലാണ് നിങ്ങൾ കിഡുവാകാൻ പോകുന്നത്. കിഡൂസിന് നിങ്ങളുടെ റിവാർഡുകൾ കിട്ടും. അല്ലാത്തൊരു ഈ ഗ്രൂപ്പിൽ നിന്ന് റീഫണ്ട് ഞാൻ തരും, അതും വാങ്ങിച്ചിട്ട് നിങ്ങൾ പോവുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഗ്രൂപ്പിൽ കണ്ടിന്യൂ ചെയ്യാനും കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അനുവർത്തിച്ചേ പറ്റൂ. വലിയ റോക്കറ്റ് സയൻസ് ഒന്നും മക്കളോട് ഞാൻ പറയുന്നില്ല, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. എന്തൊക്കെയാണ് ഈ ആഴ്ചയിൽ ആദ്യത്തെ ദിവസം ഞാൻ എന്താ പറഞ്ഞത്? തോട്ട് പ്രോസസ്സ് അല്ലേ. നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഫാമിലീനെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിനെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പോസിറ്റീവ് തോട്ടുകളാണോ വരുന്നത്, അത് നെഗറ്റീവ് തോട്ടുകളാണോ വരുന്നത്? നെഗറ്റീവ് തോട്ടിനെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു, പോസിറ്റീവ് തോട്ടിനെ എന്ത് ചെയ്യണം? അപ്രിഷ്യേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ എല്ലാ ദിവസവും രാവിലെ മിററിൽ നോക്കിയിട്ട് എന്ത് പറയണം എന്നുള്ളത് ഞാൻ പറഞ്ഞു. രാവിലെ എണീറ്റ ഉടനെ എന്ത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ഓരോ ദിവസം ഓരോ ടാസ്കുകൾ തന്നു. അത് 11 ഡേയ്സിലേക്ക് ചെയ്യേണ്ട ടാസ്കുകളാണ്.
ആ 11 ഡേയ്സ് എനിക്ക് അപ്ഡേഷൻ മസ്റ്റായിട്ടും വേണം. എങ്കിൽ മാത്രമേ നിങ്ങൾ സ്റ്റാറായി കിഡു മക്കളാവുള്ളൂ. ഇപ്പം നിങ്ങൾ വെറും മക്കളാണ്. വെറും മക്കളിനെ കിഡു എന്ന ലെവലിലേക്കും MD3 വെൽനസിൻ്റെ പാർട്ട് ആകണമെങ്കിലും നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കണം. അപ്പോൾ മക്കളെ, ഞാൻ പിന്നെ ആ 4 കുട്ടികൾക്ക് ഞാൻ പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരമെങ്കിലും നിങ്ങൾ അപ്ഡേഷൻ തന്നാൽ മാത്രമേ നിങ്ങളെ വീക്ക്ലി സ്റ്റാറിലേക്ക് തിരഞ്ഞെടുക്കുകയുള്ളൂ. യു സപ്പോസ് ടു കണ്ടിന്യൂ അവർ ടീം. ഓക്കെ മക്കളെ, ഓൾ റൈറ്റ്, ഹാവ് എ ഗുഡ് ഡേ, ബൈ.